പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര എന്ന ഗ്രാമീണ ഭംഗി നിറഞ്ഞ മനോഹരമായ ഗ്രാമത്തിലെ പുലാക്കുറിച്ചി ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇന്ന് രാമായണ പാരായണം ഏകശ്ലോകം നടക്കാൻ പോവുകയാണ്. അതിനുള്ള മഹാഭാഗ്യം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതിപുരാതനമായ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അറിയുന്നതിനു വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോകാം. രാമായണ പാരായണം ഏകശ്ലോകം ശ്രീ പുലാക്കുറിച്ചി ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ വെച്ച്. ഹരിശ്രീ ഗണപതയേ നമസ്തേ. പൂർവം രാമ തപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം നിഗ്രഹണം സമുദ്ര തരണം ലങ്കാപുരീ ദഹനം പശ്ചാത് രാവണ കുംഭകർണ ഹനനം രാമായണം ശ്രീരാമായണം ഭജേ ശ്രീരാമായണം ഭജേ ശ്രീരാമായണം ഭജേ. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അംഗവും മങ്കട ഹെൽത്ത് സൂപ്പർവൈസറും ആയ പാലമണ്ണ കുഞ്ഞിലക്ഷ്മി അമ്മയുടെയും ശ്രീ ഉണ്ണികൃഷ്ണൻ്റെ മകനുമായ ശ്രീ രവിചന്ദ്രനാണ്. എടത്തനാട്ടുകര ശ്രീ പുലാക്കുറിച്ചി ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്താണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും അതുപോലെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിനായിട്ട് രവിയേട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ കൂടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മാതൃസമിതി പ്രസിഡന്റ് കൂടിയായ ശ്രീമതി പ്രസീത കണ്ണദാസിനെയും കൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം രവിയേട്ട. ശംഭോ മഹാദേവ. പുരാതന സ്വയംഭൂ ക്ഷേത്രങ്ങളിലൊന്നാണ് എടത്തനാട്ടുകരയിലെ ശ്രീ പുലാക്കുറിച്ചി ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം. പേരിൽ തന്നെ ഉള്ളതുപോലെ ശിവനും സുബ്രഹ്മണ്യനുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. ഒപ്പം തന്നെ നമ്മൾ ഈ അമ്പലം വളരെ ഒരു 2-3 വർഷങ്ങളായിട്ട് അടഞ്ഞു കിടന്നിട്ട് 2007 മുതലാണ് പൊതുജനങ്ങൾ ഈ അമ്പലം ഏറ്റെടുക്കുകയും ഇതിന്റെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തത്. ആ സമയത്ത് ഒരു അഷ്ടമംഗല്യ പ്രശ്നം നടത്തുകയും ആ സമയത്ത് അത് ഇവിടെ ഒരു കൃഷ്ണനും കൂടി, അതായത് വെണ്ണക്കണ്ണനും കൂടെ തുല്യ പ്രാധാന്യം ഉണ്ടെന്ന് കണ്ടെത്തുകയും ഇപ്പോൾ കൃഷ്ണന്റെ അതുപോലെ തന്നെ അന്നത്തെ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് അത് സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് കൂടെ പോവാം. അപ്പോൾ ഓരോ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും ചെയ്യാം. ഓക്കെ. നേരത്തെ പറഞ്ഞതുപോലെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. വെണ്ണക്കണ്ണന് വേണ്ടിയിട്ടുള്ള ശ്രീകൃഷ്ണന്റെ കോവിലാണ് ഇവിടെ. അത് ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്. കുറച്ച് പണി കൂടെ പൂർത്തിയാവാനുള്ളൂ. മങ്കട കോവിലകത്തിന്റെ വകയായിരുന്നു ഈ ക്ഷേത്രം. ഊരാളന്മാരും മങ്കട കോവിലക്കാരായിരുന്നു. അതിനുശേഷം ഇവിടെയുള്ള ഒരു ഇമ്പ്രാന്തിരിയെയും ആരെയും ഈ ക്ഷേത്രം നോക്കുന്നതിന് പണ്ടുകാലത്ത് ഏൽപ്പിക്കുകയും അങ്ങനെയാണ് ഇത് നടന്നു വന്നിരുന്നത്. പിന്നെ ഇടക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചു കാലം അതിന്റെ പൂജാതി കർമ്മങ്ങൾ മുടങ്ങിയപ്പോഴാണ് പൊതുജനങ്ങളെ കമ്മിറ്റി പൊതുജനങ്ങളെ ക്ഷേത്രം ഏറ്റെടുത്തിട്ട് നടത്താൻ തുടങ്ങിയത്. ഇതാണ് സുബ്രഹ്മണ്യൻ കോവില്. ഒപ്പം തന്നെ ഇവിടെ കാണുന്നത് നമ്മുടെ
ഗണപതി, നാഗങ്ങളെ, പിന്നെ മുനീശ്വരൻ എല്ലാം കൂടിയിട്ടുള്ള ഒരിതാണ് ഈ തറയിലിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ പറ്റില്ല എന്ന പ്രശ്നത്തിൽ കണ്ടതിന് പ്രകാരം നമ്മൾ പുതിയതായിട്ട് ഗണപതിയെ ഇങ്ങോട്ട് മാറ്റി ഒക്കത്ത് ഗണപതി സമ്പ്രദായത്തിൽ വെക്കാനും ബാക്കിയുള്ള പ്രതിഷ്ഠകൾ ശ്രീകൃഷ്ണന്റെ കോവിലിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് അവിടെ നാഗത്തറ, മുനീശ്വരന്, ഇടുമ്പനെ എല്ലാമുള്ള തറകൾ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് അതിൻ്റെ എല്ലാം ഒരു പൂർത്തീകരണവും ഒപ്പം തന്നെ കലശം തുടങ്ങിയ പ്രതിഷ്ഠാ കലശം തുടങ്ങിയ പ്രവർത്തനങ്ങളുമാണ് ബാക്കിയുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ ഉത്സവങ്ങൾ ഏതൊക്കെ സമയത്താണ് നടക്കാറുള്ളത്? ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 2 ഉത്സവമാണുള്ളത്. ഒന്ന് മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള ശിവരാത്രി ഉത്സവവും പിന്നെ ഇവിടെ സുബ്രഹ്മണ്യന് അതേ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ പണ്ട് കാലം തൊട്ട് നടന്നു വരുന്നതാണ് തുലാം മാസത്തിലെ സ്കന്ദഷഷ്ടി ഉത്സവം. ആ ദിവസം കർക്കിടാങ്കുന്നിൽ അവിടെ ക്ഷേത്രത്തിലുള്ളവർ ഇങ്ങോട്ട് വന്നിട്ട് 2 കൂട്ടരും കൂടി കൂടിയിട്ടുള്ളൊരു ഷഷ്ടി ഉത്സവമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. പിന്നെ കൂടാതെ ശിവരാത്രിക്ക് അതുപോലെ തന്നെ രാവിലെ എല്ലാ കുറച്ച് വർഷങ്ങളായിട്ട് 1000 ദീപവും 1000 കുടം ധാരയൊക്കെ ആയിട്ടുള്ള ആ വഴിപാടുകളോട് വീട്ടിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. പൂജാവിധികൾ അങ്ങനെയാണ്. പിന്നെ നമുക്കിപ്പോൾ ഇനി വരാൻ പോകുന്ന ഇവിടെ ഗ്രീൻ ഹൈവേ ഇതിനോട് സമീപത്തൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഈ അമ്പലം വളരെ പ്രകൃതി രമണീയമാണ്. ഇതിന്റെ തൊട്ട് പുറകിലൂടെയാണ് നമ്മുടെ വെള്ളിയാർ പുഴ ഒഴുകുന്നത്. ശിവൻ, അതെ, അതിന്റെ ഇടയ്ക്ക് പോയി കാണാം. ഈ പടിഞ്ഞാട്ട് അഭിമുഖമായിട്ടാണ് ഇവിടെ ശിവൻ ഇരിക്കുന്നത്. അതിന് കുറച്ചുകൂടി പ്രത്യേകത ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പം ഒരു 50 മീറ്റർ മാറിയിട്ട് നമ്മുടെ പുഴയുണ്ട്. വളരെ പ്രകൃതി രമണീയമാണ് ഇതിന്റെ ചുറ്റുപാട്. ക്യാമറ ഇങ്ങനെ കൊണ്ടുപോയി അറിയാൻ കഴിക്കും. ഒന്ന് നോക്കി നോക്കൂ. അപ്പോൾ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ആർക്ക് വേണമെങ്കിലും വന്ന കുറേ സമയം ചെലവഴിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാ പ്രതിഷ്ഠകളും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവിധ പൂജകളും, സുബ്രഹ്മണ്യനുള്ള പൂജയായാലും നാഗങ്ങൾക്കുള്ള പൂജയായാലും ഒപ്പം തന്നെ ശിവന് ഉമാമഹേശ്വര പൂജ മംഗല്യത്തിന് വേണ്ടി നമ്മൾ മംഗല്യസിദ്ധിക്ക് വേണ്ടി നടത്തുന്നുണ്ട്. ആ പൂജയെല്ലാം ഇവിടെ വിശേഷമായിട്ട് നടന്നു വരുന്നുണ്ട്. അതാണ് പൂജാദികളെ പറ്റി പറയാനുള്ളത്. പൊതുജനങ്ങളുടെ എല്ലാം വളരെ സഹകരണമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ഈ കാര്യങ്ങളെല്ലാം വളരെ ഇതായിട്ട് നടത്താൻ പറ്റിയിട്ടുള്ളത്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളുടെ അടുത്ത് തന്നെ നടക്കും. നേരത്തെ സൂചിപ്പിച്ച വെള്ളിയാർ പുഴയാണിത്. നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു 50 മീറ്ററോളം പുറകിലായിട്ടാണ് ഈ അമ്പലം ഒഴുകുന്നത്. പടിഞ്ഞാട്ട് അഭിമുഖമായിട്ടുള്ളതിൽ തൊട്ടുപുറകെ തന്നെ ഒരു നദിയും. അതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ഒപ്പം തന്നെ നമുക്കവിടെ പ്രതിഷ്ഠയുള്ളത് വനദുർഗയും ഭുവനേശ്വരി പ്രതിഷ്ഠയും കൂടെ നമ്മുടെ അമ്പലത്തിൽ ഉണ്ട്. ധാരാളം കൈതപ്പൂക്കൾ കൂടി പുഴയരികത്തുണ്ട്. ഇതിന്റെ പൂക്കൾക്ക് അപാര മണമാണ്, മഞ്ഞ കളറിലുള്ള കൈതപ്പൂക്കൾ. വെള്ളിയാർ ഇങ്ങനെ ഒഴുകുകയാണ്. ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തായിട്ടാണ് പുഴ. ഈ പുഴയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ധാരാളം വെൺകല്ലുകൾ, അതുപോലെ ഒരുപാട് വർണ്ണ ചിത്രങ്ങൾ ഉള്ള കല്ലുകൾ ധാരാളം ഈ പുഴയുടെ നടുക്ക് ഉണ്ട്. ഇതിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഇതിന്റെ മുകളിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.